ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. തിരുവചനത്തിൻ്റെ ഒരു സന്ദേശം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതായത്, ദൈവത്തിൻ്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സങ്കീർത്തനം 119 വാക്യം. ദൈവത്തിൻ്റെ വചനം സ്ഥിരമായി സ്വർഗത്തിലുണ്ട്. അതായത് ബൈബിൾ എന്ന് പറയുമ്പോൾ എല്ലാ വാക്യവും ദൈവത്തിന് സന്നിസ്ഥിരമായിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് നിവൃത്തിയായതുകൊണ്ട്, നിവൃത്തിയാകാനുള്ളതുകൊണ്ട്, നിവൃത്തി ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. ഒന്ന്, നിവൃത്തിയായതുകൊണ്ട്. രണ്ട്, നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. മൂന്ന്, നിവൃത്തിയാകാനുള്ളതുണ്ട്. സ്തോത്രം. അപ്പോൾ നാം വളരെ സദാകാലവും പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസ്ഥാനത്തിൽ വിശുദ്ധിയോടെയും വീർവാദത്തോടെയും ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൻ്റെ സന്ദേശത്തിലേക്ക് കടപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമത്തിൽ നോഹയെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു സന്ദേശം പറയുന്നുണ്ട്. അതെന്താ എന്ന് ചോദിച്ചാൽ, ജനം വർദ്ധിച്ച് പെരുകി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആയുസ്സൊക്കെ വളരെ നീട്ടിയാണ് അന്ന് മനുഷ്യന് കൊടുത്തത്. എന്നാൽ മനുഷ്യൻ ദൈവ വഴികൾ വിട്ട് സ്വന്തമായ വഴികളിൽ കൂടെ പോകുന്നത് കൊണ്ട് ദൈവം ജനത്തെ ന്യായം വിധിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ നിറകിടി കൊലപാതകങ്ങൾ, പകയുടെയും വിദ്വേഷത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മൂഢതയുടെയും ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യൻ മത്സരിച്ചും ദൈവത്തെ മറന്നും ആണോടും പെണ്ണോടും ജീവിതത്തിൻ്റെ മേഖലകളെ മനുഷ്യനെ മൃഗീയമായ രീതിയിലുള്ള സാഹചര്യങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവത്തിൻ്റെ ന്യായവിധി അറിയിക്കാൻ നോഹെ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തു. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, പാപത്തിൻ്റെ ബന്ധനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പിശാച് അതായത് നൃത്തമാടിയ സംഭവമായിരുന്നു നോഹയുടെ കാലം. പിശാച് കൊലപാതകം നടത്തിയ ഒരു കാലഘട്ടമായിരുന്നു. ദൈവവുമായി ബന്ധത്തിൽ സ്തോത്രം അവർ അന്യപ്പെട്ട് സ്വന്തമായ ജീവിതത്തിൻ്റെ വഴിയിൽ നടന്ന് ജീവിക്കുന്ന കാലഘട്ടം, കള്ളത്തരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, മോഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, സംഭാഷണത്തിൽ പോലും ദയയില്ലാത്തൊരു കാലഘട്ടം, അണ്ണാക്ക് തുറന്നാൽ ലോകം മൊത്തം കേൾക്കുന്ന രീതിയിലുള്ളതായ സംഭാഷണങ്ങൾ, ജീവിതശൈലി, ജീവിതത്തിൻ്റെ മേഖലകൾ നേരില്ലാത്ത ഒരു തലമുറ, മനുഷ്യനെ കൊന്നൊടുക്കുന്നൊരു തലമുറ. ഇന്ന് കാണുന്നത് പോലെ അന്ന് പിശാച് അവൻ്റെ നടമാട്ടമായിരുന്നു. അതുകൊണ്ടാണ് നോഹയെ കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക എന്ന് ദൈവം പദ്ധതിയിട്ടത്. മാത്രമല്ല, അതിൽ കൂടെ ഹല്ലേലൂയ 8 പേരാണ് ജലപ്രളയത്തിലൂടെ രക്ഷപ്പെട്ടത്, നോഹയും കുടുംബവും. അതിനെ സംബന്ധിച്ച് തന്നെയാണ് കർത്താവ് പുതിയ നിയമത്തിൽ പറയുന്നത്. നോഹയുടെ കാലം പോലെയാണ് മനുഷ്യപുത്രൻ്റെ വരവ്. ഒന്ന്. രണ്ട്, ലോത്തിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെയാണ് മനുഷ്യപുത്രൻ്റെ വരവ്. സ്തോത്രം. ഈ രണ്ട് ദൂതുകളെയാണ് ദൈവം മാനവരാശിയോട് വെളിപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം.
ഇന്നും അതുപോലെ തന്നെയാണ് ദുഷ്കാലം. അതായത് മനുഷ്യൻ സ്വന്തം വഴിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ദൈവഭയമില്ല, മനുഷ്യരെ ശങ്കമില്ല. പ്രൊഫഷണലാമെന്ന അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ മോഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാപത്തിൻ്റെ വഴികളിൽ മനുഷ്യൻ ജീവിക്കുന്നു. പാപം കുടിച്ച് കലർത്തി ജീവിക്കുന്നത് പോലെ പാപത്തെ പേടിയില്ലാതെ പാപം ചെയ്യുന്ന അനേകർ ഈ ലോകത്തിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവ വ്യവസ്ഥകൾക്കോ ദൈവത്തിൻ്റെ ആലോചനകൾക്കോ ഭയമില്ല, സുവിശേഷം കേൾക്കുന്നതിന് ഭയമില്ല, ദൈവഭക്തന്മാരെ ഭയമില്ല. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിൻ്റെ ആലോചനകൾ കേട്ട് ജീവിക്കുവാൻ ഭയമില്ല. തൻ്റെ സ്വന്തമായ രീതിയിൽ മനുഷ്യൻ ജീവിച്ചു പോകുന്ന എന്ന് പറഞ്ഞാൽ മഹാ അഹങ്കാരികൾ ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പഠിപ്പിച്ചിട്ടും എത്ര വചനങ്ങൾ അറിയിച്ചിട്ടും മനുഷ്യന് ഇന്നും ഭയമില്ല. ക്രൈസ്തവാമേ സ്തോത്രം. ചിലരൊക്കെ ചില വീടുകളിൽ നിർത്തിയിരിക്കുക സ്വഭാവ ശുദ്ധീകരണത്തിന് വേണ്ടി, നല്ല സ്വഭാവം വരുത്തുന്നതിന് വേണ്ടി പലരെ ആക്കിയിരിക്കുക. അവരവർ കണ്ടെത്തി നല്ല സ്വഭാവം വരുന്നതല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം കണ്ട് ഒരിക്കലും സ്വഭാവം മാറാൻ പോകുന്നില്ല. പ്രൊഫഷണലാമേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ തലമുറ പ്രൊഫഷണലാമേ ഹല്ലേലൂയ വളരെ ദൈവഹിതമില്ലാത്ത വഴികളിൽ പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായവിധി അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുക. ഈ നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയാണ് കുറച്ചാൾക്കാർ മാത്രം കർത്താവിൽ എടുക്കപ്പെടും. ബാക്കിയുള്ള എല്ലാം തകർന്നു പോകും. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നോഹയുടെ കാലത്ത് പ്രൈസലാം 8 പേര്, അത്രയും ജനങ്ങൾ വർദ്ധിച്ചിട്ട് പോലും 8 പേര് രക്ഷിക്കപ്പെട്ട്, അല്ലെങ്കിൽ 8 പേര് രക്ഷയിലേക്ക് വന്നെങ്കിൽ, അല്ലെങ്കിൽ 8 പേര് ജീവൻ രക്ഷ പ്രാപിച്ചെങ്കിൽ പുതിയ നിയമത്തിലെ കാര്യം ആലോചിച്ചു പോകും. എത്ര പേര് പ്രൈസലാമെ സ്വർഗ്ഗത്തിൽ കാണും, നിത്യതയെ കാണും. പ്രൈസലാമെ ഹല്ലേലൂയ എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. കാരണം പ്രൈസലാമെ ബന്ധുക്കോസ് ലോകത്തിലും കള്ളത്തിലും ദൈവഭയമില്ലാത്ത രീതിയിൽ പണത്തിൻ്റെ പിന്നാലെ പോകുന്നവർ, കള്ളം പറഞ്ഞു വെട്ടിച്ചും പറയേണ്ട വിവിധ രാജ്യങ്ങളിൽ പോയി പൈസകൾ സമ്പാദിക്കുകയും യേശുവിൻ്റെ പേര് പറഞ്ഞ് പലരെയും നിന്ന് പൈസ പിഴിഞ്ഞു പിടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു? അതുകൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണത്തിൻ്റെ മുന്നോടിയുള്ളതായ വിഷയങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം പ്രൈസലാമേ അതുപോലെ നിവൃത്തിയാവും. അതുകൊണ്ട് പ്രൈസലാമേ എന്നിൽ കേൾക്കുന്ന പ്രിയരെ, പ്രൈസലോ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ, നീ ഒരു കൊലപാതകയായി മാറല്ലോ. നീ ഒരു ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയായി മാറല്ലോ. നീ ഒരു മോക്ഷാവായി മാറല്ലോ. നീ ഒരു പ്രൈസലാമേ ദൈവവചനം പറയുന്നത് പോലെ ദൈവത്തിന് കൊള്ളാത്തവനായി മാറല്ലോ. ചുരുക്കം പറഞ്ഞാൽ പിശാച് തൻ്റെ അവസാന നാളുകൾ വന്നിരിക്കുന്നത് കൊണ്ട് അവനറിയാം. അതുകൊണ്ട് അവൻ മുഴുബലത്തോടെ എഴുന്നേറ്റിരിക്കുക, ദൈവമക്കളെയും മാനവരാശികളെ തകർത്തുടയ്ക്കുവാൻ. അതുകൊണ്ട് ഒരു കാര്യമുള്ള ഈ പിശാചിൻ്റെ പദ്ധതികളെയൊക്കെ പൊളിക്കുവാനും നസറേയനായ യേശുവിന് മാത്രമേ കഴിയൂ. ആര് യേശുവിനെ വിശ്വസിച്ചിരിക്കുന്നു, ശക്തനെ പ്രാർത്ഥിച്ചിരുന്നാൽ മതി, നിനക്കൊരു ബാധ അടുക്കില്ല.
ഒരു ബാധയുടെ കൂടാരത്തിനടക്കില്ല. കാരണം പറഞ്ഞാൽ പിശാചിനെ തൊടാൻ കഴിയില്ല. തീർന്നില്ല. ആരാധിക്കുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ, പ്രൈസലാമേ, ദൈവം ഹല്ലേലൂയ തന്റെ കരമയച്ച് ഇടിപ്പാനിടയായിത്തീരും. എവിടെ നോക്കിയാലും പത്രങ്ങളിലും TV ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലൊക്കെ മനുഷ്യൻ ഉണ്ടാക്കി കൂട്ടുന്ന പ്രശ്നങ്ങളെ നോക്കുകയാണെങ്കിൽ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നിറവേറിക്കൊണ്ടിരിക്കുന്നു. ആ നോഹയുടെ കാലത്ത് നടന്നതുപോലെ ദുർനവശക്കാർ, അഹങ്കാരികൾ, ഇടിച്ചുപറിക്കാർ, ഹല്ലേലൂയ എന്ന് പറയേണ്ട അവർ വലിയ തന്ത്രപരമായി മനുഷ്യനെ ആക്രമിക്കുവാൻ മനുഷ്യൻ ഒരുക്കി കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങളെ നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഭയന്ന അനുഭവങ്ങളിലൂടെയാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. മിണ്ടാൻ പറ്റാത്ത അവസ്ഥ, ജാതിയുടെ മതത്തിന്റെ പേരും പറഞ്ഞ് ആക്രമണങ്ങൾ, നിറത്തിന്റെ വ്യത്യാസം പറഞ്ഞ ആക്രമണങ്ങൾ, സ്വത്തിന്റെ പേരും പറഞ്ഞ ആക്രമണങ്ങൾ, സ്ത്രീധനത്തിന്റെ പേരും പറഞ്ഞുള്ള ആക്രമണങ്ങൾ, സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറയേണ്ട, സ്തോത്രം, ഹല്ലേലൂയ, ഒളിച്ചിരുന്നും പതിയിരുന്നു മനുഷ്യനെ കൊല്ലുന്നു. സ്വന്തം മക്കൾ വളർത്തിയ മാതാപിതാക്കളെ കൊല്ലുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, പ്രായപരിധിയില്ലാതെ മനുഷ്യനെ മൃഗീയമായി കൊന്ന് തള്ളുന്നു. ഇനി കർത്താവിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. കർത്താവിന്റെ വരവടുത്തിരിക്കുകയാണ്. സ്തോത്രം. നോഹയുടെ കാലത്തും അങ്ങനെ തന്നെയാണ്. കർത്താവിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള തലമുറയൊക്കെ ദൈവം തന്നെ ന്യായം വിധിച്ചു. പെട്ടകത്തിൽ കൂടെ നോഹയും കുടുംബം രക്ഷ പ്രാപിച്ച 8 പേര്. ബാക്കിയുള്ളവരെല്ലാം ജലപ്രളയത്തിലൂടെ പൊങ്ങി ജഡങ്ങൾ. ഈ പെട്ടകം ഏറ്റവും വലിയ പർവ്വതമായ ഹരാറത്ത് പർവ്വതത്തിൽ ഒളിച്ചു, അല്ലെങ്കിൽ അവിടെ തങ്ങി. സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി, സ്തോത്രം, ഉയർച്ച കാണിക്കുകയാണ്. ഇനിയൊരു ഉയർച്ച ഉണ്ടെന്നുള്ളത് കാണിക്കുകയാണ് മനുഷ്യന്, നോഹിക്കും കുടുംബത്തിന്. കാരണം അനേക ചെറിയ പർവ്വതങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ താഴ്ന്ന ഈ പർവ്വതത്തിൽ വേണമെങ്കിൽ പെട്ടവിരിക്കും. പക്ഷെ അവിടെ നിന്ന് ദൈവാക്കിയില്ല. ഉയർച്ചയുള്ള പർവ്വതത്തിൽ പെട്ടകം കുറച്ച്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഒരു പുതിയ അധ്യായം കുറിക്കുകയാണ്. നോഹയും കുടുംബമുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് ഭൂമിയിലേക്ക് വന്നു. മറ്റുള്ള സകല മനുഷ്യരും മരിച്ച്, സൗന്ദര്യമുള്ളവരുണ്ടായിരുന്നു, പണമുള്ളവരുണ്ടായിരുന്നു, പണ ശ്രേഷ്ഠതയുള്ളവരുണ്ടായിരുന്നു, സാധാരണക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാം പാപത്തിന്റെ വഴിയിൽ അവർ ദൈവത്തെ മറന്നു പോയതുകൊണ്ടാണ് ദൈവം ന്യായം വിധിച്ചത്. മാത്രമല്ല, അവസരങ്ങളുണ്ടായിരുന്നു. പെട്ടകത്തിൽ കയറുവാനുള്ള അവസരങ്ങൾ, രക്ഷയുടെ അവസരങ്ങൾ ദൈവം ഒരുക്കിയിരുന്നു. ആരെങ്കിലും ഒരുപക്ഷെ മനസ്സലിഞ്ഞ് വരുന്നെങ്കിൽ അവർക്ക് അവസരമുണ്ടായിരുന്നു. പക്ഷെ ആ അവസരങ്ങളും മനുഷ്യൻ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കത്തില്ല എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ കരം അവിടെ നോഹയുടെ കാലത്ത് പ്രതികൂലമായി വന്നു. നോഹയും കുടുംബത്തിന് ദൈവത്തിന്റെ കരം അനുകൂലമായി വന്നു. ഇന്ന് കാണുന്ന ജീവജാലങ്ങളെയൊക്കെ പെട്ടകത്തിൽ കയറ്റി.
നോഹ എന്ന് പറയുന്ന വ്യക്തി നീതിപ്രസംഗിയായിരുന്നു നോഹ എന്ന് പറയുന്നത്. മാത്രമല്ല താൻ ദൈവവിശ്വാസവും ദൈവത്തെ ആരാധിക്കുന്നതും ദൈവ കുടുംബത്തിലുള്ളതുമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അത്രയും ജനങ്ങളുടെ നടുവിൽ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു, ഒരു കുടുംബം ഉണ്ടായിരുന്നല്ലോ, ഒരു കുടുംബം ദൈവത്തെ സ്നേഹിക്കുകയാണ്. മാത്രമല്ല ഈ 3 മക്കളും പ്രീച്ചലാമേ നോഹയുടെ കൂടെയായിരുന്നു. ഇന്ന് ഒരു ഭവനത്തിൽ 3 പേരുണ്ടെങ്കിൽ 3 തലത്തിലാണ്. ചിലർ വിശ്വാസത്തിലല്ല, 3 പേരിൽ ഒരാൾ വിശ്വാസത്തിലല്ല, ഒരാൾ വിശ്വാസത്തിലായിരിക്കും, ഒരാൾ പിന്മാറ്റത്തിലായിരിക്കും. 3 പേരും. ഒരാൾ വിശ്വാസത്തിലല്ല, ഒരാൾ വിശ്വാസിയായിരിക്കും, ഒരാൾ പിന്മാറ്റത്തിൽ. ഇങ്ങനെ പോകുന്ന ചില കുടുംബങ്ങളുണ്ട്. പക്ഷേ നോഹയുടെ കുടുംബം അങ്ങനെയല്ല. അവർ നോഹ പറയുന്ന അതേ രീതി തന്നെ നിലനിന്നു. സ്തോത്രം. ചില സഭ തലത്തിൽ ചില വീടുകളിൽ 2 സഭക്കാരുണ്ട്. ആ കുടുംബത്തിൽ 2 സഭയിലാണ് പോകുന്നത്. ഒരാൾ വേറൊരു സഭയിൽ, ഒരു വേറൊരു സഭയിൽ. സഭ എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ രക്ഷിക്കാൻ കർത്താവ് വരുന്നത് IPC എന്ന് പറയുന്ന ചർച്ചക്കാരെ അല്ല, ചർച്ചക്കൂടുകാരെ അല്ല, ഷാരോനെ അല്ല, ഇൻഡിപെൻഡന്റ് ചർച്ചുകൾ പലതും വേർപെട്ട് അവരെയൊന്നും അല്ല ചെറുക്കാൻ വരുന്നത്. സ്തോത്രം. തീപ്പന്തിക്കോസ് ഉണ്ട്, അവരെയൊന്നും അല്ല ചെറുക്കാൻ വരുന്നത്. കർത്താവ് വരുന്നത് കർത്താവിനാൽ ഒരുങ്ങി പാർത്ത് ജീവിക്കുന്നവരെ ചെറുക്കാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നോഹ ഒരു ചർച്ചക്കാരനൊന്നും അല്ലായിരുന്നു. ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് വീടുകളാണ് നോഹയ്ക്ക് കൃപ ലഭിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ നോഹ ഏറ്റെടുത്തു. അതിൻ്റെ ഫലമായി നോഹ അതിൽ രക്ഷ പ്രാപിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ജീവിതം ഒരു തമാശയായി കാണുന്ന അനേകരുണ്ട്. ജീവിതം എന്തെന്നറിയാത്തവരുണ്ട്. ജീവിതത്തിന് മഹാത്മ്യം അറിയാത്തവരുണ്ട്. ആ നോഹയുടെ കാലത്തുണ്ടായിരുന്നു പാര വയ്ക്കുന്നവർ, പാര പണിയുന്നവർ. ഹല്ലേലൂയ. വാ തുറന്ന് അണ്ണാക്ക് തുറന്നു കഴിഞ്ഞാൽ ലോകം മൊത്തം കേൾക്കുന്ന സംസാരിക്കുന്നവരും അന്ന് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ സ്തോത്രം, അവനെ ഒക്കെ തള്ളപ്പെട്ടു. അന്ന് മേക്കപ്പ് കാരികളൊക്കെ ഉണ്ടായിരുന്നു. കൃത്രിമ സൗന്ദര്യം വെച്ച് നടക്കുന്നവർ അന്നുണ്ടായിരുന്നു. അവരൊക്കെ വെള്ളത്തിൽ ചത്തുപോയി. സ്തോത്രം. ദൈവം ന്യായം വിധിച്ചു. ദൈവത്തിൻ്റെ വഴി വിട്ട് സ്വന്തം വഴിയിൽ ജീവിച്ചവരൊക്കെ ദൈവം ന്യായം വിധിച്ചതാ. നോഹ ദൈവത്തിൻ്റെ വഴി ജീവിച്ചതുകൊണ്ട് നോഹയും കുടുംബവും രക്ഷപ്രാപിച്ചു. മാത്രമല്ല നോഹയുടെ മക്കൾ 3 പേർ കല്യാണം കഴിച്ചത് വെളിയിൽ നിന്നാണ്. അവർ ഏത് സ്വഭാവക്കാരാണെന്നുള്ളത് മനസ്സിലാക്കണം. 3 പേർക്കും അവർ മാതാപിതാക്കളുള്ളവരായി. പക്ഷേ അവരൊന്നും അതിനകത്ത് വന്നില്ല, പെട്ടകത്തിൽ വന്നില്ല. എങ്കിലും അനുസരണയുള്ള 3 പേർ അതിനകത്ത് കയറി. നോഹ 1, ഭാര്യ 2, മക്കൾ 3, മരുമക്കൾ 3, 3, 6, 8 പേര് രക്ഷ പ്രാപിച്ചു. അവസരങ്ങൾ, സാഹചര്യങ്ങളൊക്കെ ജനം നഷ്ടമാക്കി. ദൈവാനുഗ്രഹത്തിൻ്റെ, നിത്യതയുടെ, അല്ലെങ്കിൽ വീണ്ടും ജീവിക്കുവാനുള്ള അവസരങ്ങൾ പലർക്കും ഒരുക്കി. അത് നഷ്ടപ്പെട്ട് അവരുടെ തലമുറ പോലും നഷ്ടപ്പെട്ടു പോയി. നോഹയുടെ തലമുറയാണ് പിന്നീട് ഇങ്ങോട്ട് വരുന്നത്. സ്തോത്രം. ഈ നോഹയുടെ കാലം പോലെയാണ് മനുഷ്യപുത്രന്റെ വരവ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിരമായിരിക്കുന്ന വചനമാണ്.
ദൈവത്തിൻ്റെ വചനം നിറവേറ്റും. ഇനി ആരെങ്കിലും നിറവേറില്ല എന്ന് പറഞ്ഞാലും അവിടെ കിടന്ന് പറയാനേ പറ്റും, ഇത് നിറവേറ്റും. യേശു രക്ഷകനല്ല എന്ന് പറയുന്ന പറയാൻ പറ്റും, യേശു രക്ഷകൻ തന്നെ. ദൈവമൊന്നും ഇല്ല എന്ന് പറയുന്നവർക്കൊന്നും പറയത്തേ ഉള്ളൂ, ദൈവമുണ്ടോ. അതുകൊണ്ട് രണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയാണ്. ലോത്തിന്റെ കാലത്ത് എന്താണ് സംഭവിച്ചത്? സോദോം ഗോമറ, മനുഷ്യൻ പാവം കുടിച്ചു വളർന്നു, ദൈവത്തെ വഴിവിട്ടു, ദൈവത്തിന്റെ വഴികളെ കളഞ്ഞ്, കൊലപാതകങ്ങൾ, അങ്ങനെ പറയേണ്ട പലവിധം ഇന്ന് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചിലയിടത്തൊക്കെ പുരോഹിതനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു, ആണിന് ആണ് കല്യാണം കഴിക്കുന്നു. അമേരിക്കയിൽ നിന്ന് സംഭവിച്ചു. പെണ്ണിനെ പെണ്ണ് തന്നെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു. കൂട്ടം കൂടി കല്യാണം കഴിച്ച് ജീവിക്കുന്നു. പാവം, ദൈവത്തിന് വ്യവസ്ഥകളൊന്നുമല്ല. അതുകൊണ്ടാണ് ലോകത്തിന്റെ കാലം സംഭവിച്ചത് വരുമെന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ സ്വതം വിട്ട് ഓടാൻ പറഞ്ഞു. ഓടി, തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കി ഭാര്യ ഉപ്പുതൂണായി തീർന്നു. എന്തായാലും വലിച്ചു വാരി ഓടി. രക്ഷയ്ക്ക്, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടി, ഓട്ടം. ഇല്ലെങ്കിൽ, ഓടിയില്ലായിരുന്നെങ്കിൽ ലോത്തും കുടുംബം അവിടെ ചത്തുപോയാൽ, തീക്കകത്ത് വെന്തുരുങ്ങി പോയാൽ. അന്ന് അവിടെ സ്വതാംഗോമിനെ താമസിച്ച അനേക കുടുംബങ്ങളുണ്ടായിരുന്നു. ആബാലവൃദ്ധമായി അനേക മനുഷ്യരുണ്ട്. അവരെല്ലാം ദൈവത്തിന്റെ ന്യായവിധി ചത്തുപോയി. പക്ഷേ നോഹ ഭാര്യ ഒഴിച്ച് ബാക്കിയുള്ള രക്ഷപ്പെട്ടു. സ്തോത്രം. ഒരു സേഡ്ഷിപ്പ് ഉണ്ട്. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ ഒരു സേഡ്ഷിപ്പ് വന്നു. ഇവിടെ പഴയ നിയമത്തിൽ ഒരു സേഡ്ഷിപ്പ് വന്നു. കർത്താവിന്റെ വരവിൽ ഒരു സേഡ്ഷിപ്പ് ഉണ്ട്. എല്ലാവരും ഒന്നും കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടില്ല. കർത്താവിന്റെ സ്ഥലം കാണില്ല, നിത്യതയെ കാണില്ല. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ വഴികളിൽ നീ സംസാരിക്കുന്നത് ദൈവികമുള്ള കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ടും സ്തോത്രം, നിത്യതയിലെത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ കുറെ നാൾ വിളിച്ച് പ്രാർത്ഥിച്ചു ആരാധിച്ച് മോശപ്പെടുത്തി ജീവിച്ചു പോകാം. പക്ഷേ സ്തോത്രം, സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് ജീവിക്കണം, കർത്താവിനെ ആരാധിക്കണം, കർത്താവിന് മഹത്വപ്പെടുത്തണം, കഷ്ടത സഹിക്കണം, നേരിടുക. ഹല്ലേലൂയ. പരസ്പരം സ്നേഹം വേണം. സഭമത വ്യത്യാസങ്ങളില്ലാതെ ഒരുപോലെ കാണണം, ദൈവത്തെ ആരാധിക്കണം. എങ്കിൽ മാത്രമേ നിത്യത്തിലെത്തൂ. ഹല്ലേലൂയ. IPCയിലെ പാസ്റ്റർമാർ ചർച്ച കൂടി പോകില്ല. ചർച്ചുകളിൽ പാസ്റ്റർമാർ ദീപം തിരിച്ചു പോകത്തില്ല. ദീപം തിരിച്ച പാസ്റ്റർമാർ ചർച്ച കൂടി പോകില്ല. ദൈവത്തെ വെച്ച് ആരാധിക്കും. മനുഷ്യൻ ഇവിടെ സ്വന്തമായ ചില കണക്കൂട്ടുകൾ വെച്ചാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഇത് ദൈവത്തിനെ ആരാധിക്കുന്നതല്ല, ദൈവത്തിന്റെ കണക്കൂട്ടുകൾ കൂടെ ജീവിച്ച് ആരാധിക്കണം. വലിയ പ്രസംഗവും തീപിടി പ്രസംഗങ്ങളൊക്കെയാണ് നടത്തുന്നത്. പക്ഷേ ദൈവത്തിന്റെ രാജ്യത്തിൽ പോവില്ല. ഇവിടെ ജീവിച്ച് കാണിക്കാത്തവർ അവിടെ നിത്യത്തിലവിടെ എങ്ങനെ ഹല്ലേലൂയ. പ്രസംഗിച്ച് നരകത്തിൽ പോവുക അവിടുത്തെ ജനം. നോഹ അങ്ങനെയല്ലായിരുന്നു. പ്രസംഗിച്ച് ജീവരക്ഷ നോഹയ്ക്ക് ലഭിച്ച്. നോഹ പട്ടുപോയില്ല, നശിച്ചു പോയില്ല, ജലപ്രളയത്തിൽ പെട്ടുപോയില്ല, മരിച്ചു പോയില്ല. പെട്ടകത്തിനകത്തായി കുടുംബം. നീ ഇവിടെ പ്രസംഗിച്ച് നരകത്തിലിട്ട് പോകുവാണോ? പ്രസംഗിച്ച് നോഹയെ പോലെ ജീവരക്ഷ പ്രാപിച്ചതുപോലെ ഇവിടെ ആത്മരക്ഷ പ്രസംഗിച്ച് നിധയിലെത്തണം. ആത്മരക്ഷ. അതിനുവേണ്ടി ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ പദ്ധതികൾ, ദൈവത്തിന്റെ ആലോചനകൾ, ദൈവത്തിന്റെ വ്യവസ്ഥകൾ, ദൈവത്തിന്റെ ആലോചനകൾ മനസ്സിലാക്കണം.
ലോത്തിന്റെ കാലത്ത് സംഭവിച്ചത് എന്താണ്? വഞ്ചനകൾ. ദൈവവുമായുള്ള വ്യവസ്ഥയിൽ വഞ്ചന കാണിച്ചു. നീതിയില്ല, വിശുദ്ധിയില്ല, നിർമ്മതയില്ല. മനുഷ്യൻ ദൈവവുമായുള്ള ബന്ധത്തിലല്ല. സ്തോത്രം. അവർ പിശാചുമായി ബന്ധത്തിൽ, അവർ പിശാചുമായി നടമാടി. അതിന്റെ ഫലമായി ദൈവകോപം ലഭിച്ചു. അവർ ലോകത്തിൽ തീക്കായി ഇരയായി മരിച്ചുപോയി. സോദോം ഗോമോറ തീയിട്ട് ദൈവം നശിപ്പിച്ചു. സ്തോത്രം. ഇവിടെ ഇപ്പം ഒരേ ഒരു രക്ഷ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനിൽ കൂടെ പാപപരിഹാരമുണ്ട്, രക്ഷയുണ്ട്, നിത്യതയുണ്ട്. യെരൂശലേമേ, അവിടെ കർത്താവ് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. യെരൂശലേമിൽ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെ ചേർക്കുക? തൻ്റെ വിശുദ്ധന്മാരെ, കർത്താവിനാൽ വിശദീകരിക്കപ്പെട്ട, കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, കർത്താവിൻ്റെ വിശ്വാസത്തിൽ നിലനിന്നവരെ, കർത്താവിൻ്റെ കഷ്ടതയിൽ സഹിച്ചവരെ, കർത്താവിൻ്റെ വ്യവസ്ഥയിൽ നിന്നവരെ, കർത്താവുമായി ബന്ധമായി നിന്നവരെ, കർത്താവിൻ്റെ വേല ചെയ്തവരെ, കർത്താവിൻ്റെ രക്തസാക്ഷിയായി തീർന്നവരെ, കർത്താവിന് വേണ്ടി മരിച്ചവരെ, കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്തവരെ ചേർക്കുവാൻ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. തീർന്നില്ല. അവർക്ക് ഒരു വാസസ്ഥലമുണ്ട്. അല്ലാത്തവർ ആരും നിത്യത പോകില്ല. അവസാന കണ്ണികയാണ് നിത്യത. ഇനി ഈ ലോകം തീക്കാൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി ജലപ്രളയം വരില്ല. ജലപ്രളയം അന്ന് നോഹയുടെ കാലത്തുണ്ടായിരുന്നു, ഇനി വരില്ല. അവിടെ ഇവിടെയൊക്കെ ജലപ്രളയം വന്നാലും മൊത്തത്തിലുള്ളൊരു ജലപ്രളയം ഇനിയില്ല. ദൈവത്തിന് അങ്ങനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ. ചിലപ്പോൾ യേശു ദേവദാസന്മാർ അതൊന്നും പ്രൈസലോമേ ചുമ്മാ നടക്കുക. ഹല്ലേലൂയ. ദേവദാസന്മാർ അവരൊക്കെ ചുമ്മാ നടക്കുക എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന കുറെ ആൾക്കാർ ഈ ലോകത്തുണ്ട്. അവരൊക്കെ എവിടെ പോകും? സ്വർഗത്ത് പോവുക. ചായോ അമ്മാവേ, സഹോദരി, സഹോദര, സ്വർഗത്ത് പോവുക. പോകണമെങ്കിൽ ഇനി അവസരങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ടോ? ഇനി ആയാലും യേശുവിനെ പോലെ യേശുവിന് വേണ്ടി ജീവിച്ചാൽ നീ പോകും. കഴിഞ്ഞ ദിനങ്ങളൊക്കെ പോയി. ദൈവം പ്രൈസലോമേ നിനക്കായി ഒരു രക്ഷ ഒരുക്കിയിരിക്കുന്നു. നിനക്കായി ഒരു വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ വാസസ്ഥലത്ത് ചേർക്കുവാൻ കർത്താവ് വരും. നിർമ്മലയോടെ, നിർമ്മല കന്യക പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരുങ്ങി നിൽക്കുന്നവരെ പ്രാർത്ഥിച്ച് സദാകാലവും പ്രാർത്ഥിച്ച് ഉപവസിച്ചു ജീവിച്ചു നിൽക്കുന്നവരെ കർത്താവ് ചേർക്കാൻ വരും. യേശുവേ, ഹല്ലേലൂയ. കാഹളം ധ്വനിക്കും. വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. പഴയ നിയമം മരിച്ചവർ കല്ലറയിൽ നിന്ന് ഉയർക്കപ്പെടും. ഈയൽ യേശുവേ മഴക്കാലത്ത് ചിറക് ധരിച്ച് പറന്നു പോകുന്നത് പോലെ ഒരു അന്ത്യ നാളിൽ അനേക വിശുദ്ധന്മാർ ചിറക് ധരിച്ച് സ്വർഗത്തിലേക്ക് പോകും. കാഹളം ധ്വനിക്കും. ഈ കാഹളം ധ്വനിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നവർ ആരാന്നറിയോ? പരിശുദ്ധ അഭിഷേകം പ്രാപിച്ചവർക്ക് ഇത് കേൾക്കാൻ പറ്റും. അല്ലാത്തവരെല്ലാം തള്ളപ്പെടും. അതുകൊണ്ട് നോഹയുടെ കാലത്ത് പലരും തള്ളപ്പെട്ടപ്പോൾ നോഹയും കുടുംബം രക്ഷ പ്രാപിച്ചെങ്കിൽ ഇവിടെ ക്രിസ്തുവിന്റെ കാലത്ത് പലരും തള്ളപ്പെടും. ആ തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ നീ ആകരുത്. ഇനിയും അവസരങ്ങൾ ദൈവം എനിക്കും നിനക്ക് ഒരുക്കിയിരിക്കുന്ന കാര്യം നീ മറന്നു പോകരുത്. ദൈവത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ജയമെടുക്കുന്നു. പ്രൈസലോമേ, ചില കെട്ടുകൾ, ചില ബന്ധനങ്ങൾ അഴിപ്പാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് സ്വർഗരാജ്യത്ത് പോകുക, നിത്യതയിൽ പോകുക തടസ്സമായി നിൽക്കുന്ന ആരുമില്ല. ദൈവമാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മെ പിരിമുറുക്കുന്ന, നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന പിശാചിന്റെ മണ്ഡലങ്ങളെ
തകർക്കുവാൻ എൻ്റെ യേശുവിന് മാത്രമേ കഴിയൂ. എൻ്റെ യേശു വിടുവിക്കുന്നവനാണ്, യേശു അനുഗ്രഹിക്കുന്നവനാണ്, യേശു സഹായിക്കുന്നവനാണ്, യേശു ആത്മാവിൻ ഹാലിയ സന്ദേശം അറിയിച്ച് ആലോചന ചെയ്യുവാണ്. അതുകൊണ്ട് ഈ വചനങ്ങളാലെ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കും. ദൈവം നമ്മൾക്കുണ്ടാകട്ടെ. ആമേൻ.